ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും ശരത്തിനെയും രേവതിനെയും ലക്ഷ്മിനെയൊക്കെയാണ്. അങ്ങനെ സന്തോഷ പ്രകടനമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി നമ്മുടെ സച്ചി കാരണമെന്ന് വേണമെങ്കിൽ പറയാം. 5 ലക്ഷം രൂപ സച്ചി ഒപ്പിച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ ശരത്ത് വെളിയിൽ വന്നത്. അങ്ങനെ ആ ഒരു സന്തോഷ പ്രകടനം നടക്കുകയാണ്. നമ്മുടെ സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ശരത്തിനോട് പറയുന്നുണ്ട് കേട്ടോ. ദേ, നീ വേറൊന്നും അല്ല ചെയ്യേണ്ടത്. ഇനി നീ പഠിച്ചാൽ മാത്രം മതി. പഠിച്ച് നീ നിന്റെ കുടുംബം നോക്കുക, അതാ നീ ചെയ്യേണ്ടത്. പിന്നെ സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ നീ എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മാത്രം നീ മനസ്സിലിട്ട് ഇങ്ങനെ വേവലാതിപ്പെടേണ്ട. അത് ഞാൻ ആ ഒരു രീതിയിലേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചേട്ടനോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നോട് ക്ഷമിക്കും സച്ചേട്ടാ. സച്ചേട്ടനെ പോലെ ഒരു അളിയനെ എനിക്ക് കിട്ടിയത് ഭാഗ്യമാ എന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങുമ്പോ ഇത് എന്താടാ ഈ കാണിക്കുന്നത്? കാല് പിടിക്കുന്നോ? അച്ഛന്റെ അമ്മയുടെയും കാലിൽ വീഴും, മറ്റാരുടെയും കാലിൽ ഒരിക്കലും വീഴാൻ പാടില്ല. അങ്ങനെ വീഴേണ്ട ആവശ്യമില്ല. കാലിൽ വീഴുമല്ല നീ ചെയ്യേണ്ടത്. ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് ഇനി അത് ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തല ഉയർത്തിപ്പിടിച്ച് പുതിയ ആളായിട്ടല്ലേ ജീവിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ കാലയിലൊക്കെ വീണിട്ട് എന്ത് കിട്ടാനാ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ശരത്തെ, സച്ചേട്ടന്റെ വീട്ടുകാരെ പോലും എതിർത്തിട്ട സച്ചേട്ടൻ നമ്മുടെ കൂടെ നിന്നത്. അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന്. മതി, എന്താ രേവതി ഇത്? ഇനിയിപ്പൊ നിന്റെ വായിൽ നിന്നും ഇത് കേൾക്കാനുള്ള ഒരു ഇതും എനിക്കില്ല. ഇവൻ പഠിക്കുന്ന പയ്യനാ, ഇവന് നന്നായിട്ട് പഠിക്കട്ടെ. ഈ പ്രായത്തിൽ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ആരും ഇനി ഇവനെ വേദനിപ്പിക്കാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട. ശരത്തെ, നീ നന്ദി ഒന്നും രേഖപ്പെടുത്തണ്ട. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അത് നീ ചെയ്യുവോ? സച്ചേട്ടൻ എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ പറ സച്ചേട്ടാ. അത് വേറൊന്നുമല്ല, നീ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി, അതും സ്കൂളിലെ ടോപ്പറായിട്ട് പാസ്സായിട്ട് സ്കൂളിലൊരു ജോലി വേണം. ജീവിതത്തിൽ ഒരു ജോലി വേണം. എന്നിട്ട് സത്യസന്ധതയോടുകൂടി ജീവിക്കണം. ഇതാ ചെയ്യേണ്ടത്. നീ നിന്റെ ചേച്ചിനെ നോക്ക്. പഠിത്തം പാതി വഴി നിർത്തിയെങ്കിലും രാവും പകലും ഒന്നുമില്ലാതെ വെയിലും മഴയും വകവെക്കാതെ അവള് ജോലി ചെയ്യുന്നില്ലേ? അവള് എന്തിനാ ജോലി ചെയ്യുന്നത്? ആരുടെയും മുമ്പിലും കൈ നീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കുന്നില്ലേ, നന്നായിട്ട് ജീവിക്കുന്നില്ലേ? അതിനുവേണ്ടിയല്ലേ. അവള് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരു പകുതിയും കാണിക്കുന്ന ഒരു കാൽഭാഗം നീ കാണിച്ചാൽ മതി. നീ വലിയ നിലയിൽ എത്തൂടാ, അത് ഉറപ്പാ. പിന്നെ ഞങ്ങളൊക്കെ നിനക്ക് സപ്പോർട്ടായിട്ടില്ലേ? പിന്നെ നിനക്ക് സപ്പോർട്ടായിട്ട് നിന്റെ അമ്മയും ചേച്ചിമാരും ഒക്കെ ഇല്ലേ? പിന്നെ എന്തിനാ മോനെ നീ വിഷമിക്കുന്നത്? ഒരിക്കലും വിഷമിക്കരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോനെ, സച്ചിമോ പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെങ്കിലും നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നീ ജീവിക്കണം. അതാ ചെയ്യേണ്ടത്. നീ കാരണം അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ നീ ഉണ്ടാക്കി കൊടുക്കരുത്. ഇനിയെങ്കിലും നീ എല്ലാം അറിഞ്ഞ് കേട്ട് ജീവിക്കും മോനെ എന്ന് പറയുമ്പോ നമ്മുടെ സച്ചിയും പറഞ്ഞു, ശരത്തെ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ. അവരുടെ വിഷമമൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം. മോനെ, ഇവൻ ചെയ്തത് തെറ്റാ. മോന്റെ അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയതില് അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല സച്ചി. എന്ത് പറഞ്ഞാലും മനസ്സ് മാറി അവര് പരാതി പിൻവലിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ മോന്റെ അമ്മയെ കണ്ടിട്ട് ക്ഷമ ചോദിക്കണം, എനിക്ക് നന്ദി പറയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്ത് ക്ഷമ, എന്ത് നന്ദി? അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല. ക്ഷമ ചോദിക്കാൻ നിങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് അപമാനിച്ചു വിടുകയുള്ളൂ. എന്തിനാ വെറുതെ അങ്ങോട്ടേക്ക് പോകുന്നത്? അതല്ല സച്ചി, ശരിയാവില്ല. അവരെ കണ്ട് എനിക്ക് സംസാരിക്കണം. അവരുടെ ദയ കൊണ്ടാ, അവരുടെ പരാതി പിൻവലിച്ചത് കൊണ്ടാ ഇവന്റെ ഭാവി ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലാതെ എന്റെ മോന്റെ ഭാവി നോക്കിക്കേ. അതിനുള്ള നന്ദി പറഞ്ഞേ പറ്റൂ. എന്റെ മോൻ ജയിലിൽ പോകാതെ ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണക്കാരി അത് ചന്ദ്രമതി തന്നെയാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും പറഞ്ഞു, അത് ശരി അമ്മ പറയുന്നത്. കാരണം നമുക്കും ഒന്ന് അങ്ങോട്ട് പോയി അമ്മേനെ നമുക്ക് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാം. അച്ഛൻ ഭയങ്കര വിഷമത്തിലല്ലേ. അച്ഛൻ ഇപ്പൊ നേരെ വന്ന ഭക്ഷണം പോലും കഴിക്കുന്നില്ല സച്ചേട്ട, ശരിക്കും ഉറങ്ങുന്നു പോലും ഇല്ല. അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അച്ഛൻ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. നമുക്ക് സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ കഴിയാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് അമ്മേനെ പോയി കൂട്ടിക്കൊണ്ട് വരാം. മാത്രമല്ല എനിക്കും നന്ദി പറയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ശരിയാ നീ പറയുന്നത്. അമ്മയെ ഒരുപാട് അച്ഛൻ മിസ് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. ഏതായാലും ഉടനെ അമ്മ വീട്ടിലെത്തണം, എന്നാലേ അച്ഛൻ ശരിയാവത്തുള്ളൂ. അച്ഛൻ അമ്മയില്ലാതെ പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നേരെ നമ്മുടെ ആരുടെ അടുത്തേക്കാ, ചന്ദ്രയുടെയും ഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഭാമ വാതിൽ തുറക്കുന്നത് പിന്നെ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും അവിടെ നിൽപ്പുണ്ട്, ദേവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഭാമ, ആഹാ എല്ലാവരും വന്നല്ലോ, അകത്തേക്ക് കയറുക. അല്ല, അമ്മ ഇവിടെ ഇല്ലേ എന്ന് സച്ചി ചോദിച്ചപ്പം, ഹേയ്, അമ്മ എവിടെ പോകാൻ, അമ്മ ഇവിടെ ഉണ്ട്, വാ നീ കയറുവാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഭാമ, ചന്ദ്ര, ഇത് ആരൊക്കെ വന്നേക്കുന്നത് നോക്കിയാൽ നീ ഇറങ്ങി വന്നേന്ന് പറയാണ് നമ്മുടെ ചന്ദ്രയോട്. എന്നാലും ഈ സമയത്ത് സച്ചി, രേവതിയും ശരത്തും നമ്മുടെ
രേവതി അല്ലല്ലോ, ദേവു ലക്ഷ്മിയൊക്കെ അകത്ത് കയറി വന്ന് ഇരുന്ന് കേട്ടോ. സമാധാനമായിട്ടൊരു യോഗത്തിനാണ് വന്നിരിക്കുന്നത്. എന്തായി തീരുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി മുമ്പിൽ അവതരിക്കുകയാണ്. ഇവരെ കണ്ടതും ചന്ദ്രമതിയുടെ കണ്ണൊക്കെ വെളിയിൽ തള്ളി ഇങ്ങനെ കുഴിഞ്ഞെത്തി കേട്ടോ. ഇവരെന്തിനായിരിക്കും വന്നത്? ഇവരെന്തിനാ ഇപ്പം എല്ലാ ഫാമിലി മൊത്തം ഇങ്ങോട്ടേക്ക് വന്നത്? ഫാമേ, ഇവർക്ക് എന്ത് വേണം? ഇവരെന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അത് പിന്നെ എനിക്കറിയില്ല. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, ഞങ്ങൾ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ എന്തിനു കാണണം? എന്നെ എന്തിനു കാണണം ഞാൻ ചോദിച്ചത്. എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടാരും വരണ്ട. അപ്പോഴത്തേക്കും ബാബ പറഞ്ഞു, ചന്ദ്രൻ നീ ഇവിടെ വന്ന് ഇരിക്ക്, ഇവരാരും വിരുന്നുകാരല്ലല്ലോ. നിന്റെ മോനും മരുമോളും കുടുംബക്കാരൊക്കെ അല്ലേ, പിന്നെ എന്താടി നീ ഇവിടെ വന്ന് ഇരിക്ക്. ഇത് കേട്ടതും ചന്ദ്ര പിന്നെ എന്റെ ഒരു മരുമകളും മോനും എനിക്കാരോടും സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ പൊന്നു ചന്ദ്ര ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞു ഭാമ ഒരു വിധത്തിൽ നമ്മുടെ ചന്ദ്രനെ അവിടെ കൊണ്ട് ഇരുത്തി കേട്ടോ. ഏതായാലും ചന്ദ്ര അവിടെ ഇരുന്നു. എങ്ങനെയാണോ വന്നത് എന്തോ ഉണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നു, എന്റെ മോനോട് ക്ഷമിക്കണം കേട്ടോ ചന്ദ്രമതി. നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് ബോധമുണ്ടല്ലേ? പട്ട പകല് നടു റോഡിൽ വെച്ച് എന്റെ ക്യാഷും മോഷ്ടിച്ചു. എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് പോവില്ല. അതെന്റെ മനസ്സിൽ തന്നെ തടകെട്ടി ഞാൻ നിർത്തിയേക്കുക. അത് പിന്നെ തെറ്റാവൻ ചെയ്തത് എനിക്കറിയാം ചന്ദ്രമതി. അതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ക്ഷമ മാത്രമല്ല, നന്ദി പറയാനും. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ദേ അമ്മേ, അവര് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് നിങ്ങൾ മുഖം കൊടുക്കാതിരുന്നാല് അതിനെന്താ അർത്ഥം? അത് പിന്നെ കാണാനും സംസാരിക്കാനും താല്പര്യം ഇല്ലെന്ന് അതിന്റെ അർത്ഥം. അത് നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ സച്ചി? എനിക്ക് കാണാനും സംസാരിക്കാനും താല്പര്യമില്ല, അത് തന്നെ. എന്റെ പൊന്നമ്മേ, ശരത്ത് ചെയ്ത് തെറ്റല്ലെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, തെറ്റ് തന്നെയാ. ഇങ്ങനെ നടന്നതില് അമ്മേനേക്കാളും വിഷമം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അമ്മ ഇവനോട് ക്ഷമിക്കണം, പൊറുക്കണം. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ അവൻ ചെയ്തത്? പൊറുക്കാൻ പറ്റുന്ന തെറ്റാണോ അവൻ ചെയ്തത്? അത് പിന്നെ ആന്റി, ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഒരു തെറ്റ്. ഇവരുടെ പൊന്നാര മോൻ സുധി താലി കെട്ടുന്ന പെണ്ണിനെ മണ്ഡപത്തിൽ നിർത്തിട്ട് ഓടിപ്പോയവനാ. ഒരു പെണ്ണിനെ ചതിച്ചു. അവനോട് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ അവൻ ചെയ്തത്? ഭാമയാന്റിയോട് ഞാൻ ഈ പറയുന്നത് കേക്ക് ഭാമയാന്റി. അപ്പൊ പിന്നെ ഇവൻ ഈ തെറ്റ് ചെയ്തതിന് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? രേവതി അവളുടെ അമ്മയും ക്ഷമിച്ചില്ലേ സുധിയോട്? എങ്കിൽ പിന്നെ എന്താ? ഇവനോട് ക്ഷമിച്ചാല് തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരും ഈ ലോകത്തില്ല. ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നവരും തെറ്റ് ക്ഷമിക്കുന്നവരും ഒക്കെ വലിയ മനസ്സുള്ളവരാണെന്ന് അച്ഛമ്മ പറയാറുള്ളത്. സച്ചി, നിന്റെ അച്ഛമ്മ പറഞ്ഞ ശരിയാ സച്ചി എന്ന് നമ്മുടെ ഭാമ. അപ്പോഴത്തേക്കും ചന്ദ്ര ഭാമയൊരു ഒരു നോട്ടം അങ്ങ് നോക്കിയിട്ടോ, ദഹിപ്പിക്കുന്ന നോട്ടം. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, ചെയ്തതിന് ഒരിക്കലും ന്യായീകരിക്കുന്ന അല്ല അമ്മേ, അതിന് ക്ഷമ ചോദിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? ഞങ്ങൾ ക്ഷമ ചോദിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയില്ലായിരുന്നോ? വെറുതെ എന്തിന് എന്റെ സമാധാനം കളയാനായിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് കെട്ടിയിരുന്നല്ലേ വന്നത്? ക്ഷമ, മാപ്പ്, എന്നാ കോപ്പ്, ഇറങ്ങി പൊക്കമല്ല എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ഞങ്ങൾ ആരുടെയും സമാധാനം കളയുന്നവരൊന്നും അല്ല. ശരത്തൊരു മുത്തിവശം കാണിച്ചത് കൊണ്ട് അങ്ങനെ ചെയ്തു പോയി. ചന്ദ്രമതി അവനെ അടിക്കുകയൊക്കെ ചെയ്തല്ലോ, ഉപദ്രവിക്കുകയൊക്കെ ചെയ്തല്ലോ. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. എന്താ പറഞ്ഞ? ദേഷ്യമില്ലെന്നോ? അയ്യോ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്ത് തേങ്ങാക്കൊലയാ, എനിക്ക് ഒരു കോപ്പുമില്ല. ഈ ചന്ദ്രമതിയോടാ, ഈ ചന്ദ്രമതിക്ക് ആരോട് ദേഷ്യം, ചന്ദ്രമതിയോട് ആർക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ചന്ദ്രമതിക്ക് ഒരു കുഴപ്പമില്ല. അത് പിന്നെ ചന്ദ്രമതി അവൻ ചെയ്ത തെറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം, പൊറുക്കണം, എന്റെ മോനോട് ക്ഷമിക്കണം, പൊറുക്കണം. അപ്പൊ ദേവ് പറഞ്ഞു, ആന്റി ഇവ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്തൊന്നുമല്ല, വേറൊരുത്തൻ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവനെ കൊണ്ട് ചെയ്യിച്ചതാ. മതി 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 മതി, നിർത്ത്. സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയല്ലേ, ചുമ്മാ ഓരോന്ന് പറയരുത്. അനിയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നാളെ നിനക്കൊക്കെ കള്ളത്തരം ചെയ്തിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അമ്മ കൊടുത്തല്ലോ. വഴക്ക് പറഞ്ഞു, അടിച്ചു, ചുമ്മാ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ശിക്ഷ നമുക്ക് കൊടുത്താൽ പോരായിരുന്നോ? അത് സോൾവ് ചെയ്യാൻ 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ചെലവായത്. 5 ലക്ഷമോ? അപ്പൊ നമ്മുടെ മാമിയും ചോദിച്ചു, 5 ലക്ഷമോ? അതെ ആന്റി, 5 ലക്ഷം രൂപ കൊടുത്ത ഞാന് കേസിൽ നിന്ന് ഒഴിവാക്കിയത്. മാത്രമല്ല വക്കീല് പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്തത്. അപ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് പിടികിട്ടി കേട്ടോ, 5 ലക്ഷം രൂപ അപ്പൊ വക്കീല് മേടിച്ചിട്ടുണ്ട്, അതിൽ 2 ലക്ഷമാണ് നമ്മുടെ വക്കീല് ചന്ദ്രയ്ക്ക് കൊടുത്തത് എന്ന്. ഇതേതായാലും കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായി, അയ്യോ, ഒരു 4 ലക്ഷം ചോദിച്ചിരുന്നെങ്കിൽ 3 ലക്ഷം വില കിട്ടിയനെ, മോശമായി പോയല്ലോ എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അതൊക്കെ വിട്, 5 ലക്ഷം രൂപയുടെ നഷ്ടം ഞങ്ങൾ സഹിച്ചു, അതൊക്കെ പോട്ടെ. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ ശരത്തെ മോനെ ആന്റിയോട് ക്ഷമ ചോദിക്കടാ. അപ്പോഴത്തേക്കും സച്ചിയും പറഞ്ഞു, ചെല്ല് ആന്റിയോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു കേട്ടോ. മാന്യമായ പരിപാടിയാണല്ലോ, തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കണമല്ലോ. അന്നിങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ മുമ്പിൽ ചെന്നിട്ട്
നമ്മുടെ ശരത്ത് പറഞ്ഞു, ആന്റി എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ആന്റി, ഒരിക്കലും ഞാൻ ആന്റിയോടെന്നല്ല ഇനി ആരോടും അങ്ങനെ ചെയ്യില്ല. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും ആന്റിയുടെ വലിയ മനസ്സുകൊണ്ട് എനിക്കെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചല്ലോ, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ജയിലിൽ പോയി കിടന്നേനെ, എന്റെ പഠിപ്പ് സ്പോയിൽ ആയേനെ, എന്റെ ഭാവി ഇല്ലാതായേനെ. താങ്ക്സ് ആന്റി, ഒരുപാട് താങ്ക്സ് ഉണ്ട് ആന്റി. അപ്പോഴത്തേക്ക് ചന്ദ്രയുടെ മുഖത്ത് പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ, വെറും പുച്ഛം മാത്രം. എന്തായാലും ഈ സമയത്ത് നമ്മുടെ സച്ചു പറഞ്ഞു, അവൻ ക്ഷമയൊക്കെ പറഞ്ഞല്ലോ, അവൻ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തു, പിന്നെ ക്ഷമിക്കുക വേണ്ടെന്നുള്ളത് അമ്മ തീരുമാനിക്കേണ്ട കാര്യമാണ്. ദേ ഒരു കാര്യം ചെയ്യും, ലക്ഷ്മി, ദേവു, നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോക്കോ, ഞങ്ങൾ പുറകെ വന്നോളാന്ന്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി വീണ്ടും കൈകൂപ്പി നമ്മുടെ ചന്ദ്രയുടെ മുമ്പിൽ ശരി എന്നാലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയും ദേവും ശരത്തും കൂടി അങ്ങ് പോവുകയാണ്. പിന്നെ അവിടെ ഉള്ളത് സച്ചിയും ചന്ദ്രയും രേവതിയും നമ്മുടെ ഭാമയാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സച്ചി എങ്ങനെയെങ്കിലും ചന്ദ്രനെ വീട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ഭാമേന്റി എല്ലാ പ്രശ്നവും അവസാനിച്ചല്ലോ, ഇനിയെങ്കിലും അമ്മയോടൊന്ന് വീട്ടിലേക്ക് വരാൻ പറ. ഞാൻ വരാമോ? ഞാൻ വരത്തില്ല, നീ ഭാമയോട് പറഞ്ഞ് നോക്കണമെന്നും വേണ്ട, ഞാൻ വരത്തില്ല, എനിക്ക് നില നിർബാധം തരാത്തിടത്തേക്ക് ഞാൻ വരത്തില്ല. അമ്മേ, അത് അമ്മയുടെയും കൂടെ വീടല്ലേ അമ്മേ. അയ്യോ അത് നീ പറയണ്ട, നീ പറയാതെ എനിക്കറിയാന്ന് രേവതിയോട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ഭാമ ഒന്നും മിണ്ടുന്നുമില്ല, ഭാമ എന്ത് പറയാനാ. അപ്പം നമ്മുടെ രേവതി പറഞ്ഞ, അച്ഛൻ ഭയങ്കര വിഷമത്തില്ല അമ്മേ, അങ്ങനെ വിഷമം ഉണ്ടെങ്കിലേ അദ്ദേഹം വിളിക്കാൻ വരട്ടെ. നീ പോടി, കൂടുതൽ വിഷമം അറിയിപ്പിക്കാൻ വന്നേക്കുന്നത്, എനിക്കെല്ലാം മനസ്സിലാവുണ്ടെന്ന്, എനിക്കെല്ലാം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഇത് ആര് കളിക്കുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ വന്നിരുന്നു കേട്ടോ. എന്നിട്ട് ഭാമയോട് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ അച്ഛന് നല്ല ബോറടി ഉണ്ട് ഭാമയാന്റി, അതെ ഞങ്ങളെല്ലാം ജോലിക്ക് പോകില്ലേ, അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും ബോറടിക്കില്ലേ, അതുകൊണ്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് പോകാന്നാ പറഞ്ഞത്, ഇനിയിപ്പം അവിടെ താമസിക്കാനാണെന്ന് പ്ലാനെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ സമനിലയൊക്കെ അങ്ങ് തെറ്റുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് ഇത് കേട്ടതും ശ്വാസം മുട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചി കേട്ടാന്ന് വെച്ചപ്പോഴത്തേക്ക് കണ്ണടച്ച് കാണിച്ചു കേട്ടോ നമ്മുടെ സച്ചി, വെറുതെ പറയുന്നതാണ്. ഇത് കേട്ടതോട്ടനെ ഫാമ ചോദിച്ചു, രവിയേട്ടൻ അമ്മയുടെ അടുത്ത് പോയി താമസിക്കുകയാണെന്നോ? അങ്ങോട്ട് പോകാന്ന് ഓർത്താ ഇരിക്കുന്നത്, പോവല്ലേ 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 എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അച്ഛൻ കേൾക്കുന്നില്ല. ഡ്രസ്സ് വരെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക അങ്ങോട്ട് പോകാനായിട്ട്, ഇനി എന്തൊക്കെ കാണേണ്ടി വന്നാലാ. ഇന്നും നാളെയും പോകുന്നാ തോന്നുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വീണ്ടും ഞെട്ടുകയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ കള്ളം പറയുന്നത് കേട്ടിട്ട് ചിരിയും വരുന്നുണ്ട്. അപ്പൊ സച്ചി വീണ്ടും പറഞ്ഞു, അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര വേറൊരു കാര്യമോ, ഇതെന്ത് കാര്യമോ? അപ്പൊ ഭാമയും ചോദിച്ചു, അതെന്ത് കാര്യമോ? അതെന്ത് കാര്യമാണെങ്കിലും പറ, എന്താ സച്ചി നീ പറയാതിരിക്കുന്നത്, പറ എന്ന് പറയുമ്പോഴത്തേക്കും, അതിപ്പോ എങ്ങനെയാ ഭാമയാന്റി പറയുന്നത്, അതാ എനിക്ക് പറയാനൊരു മടി. പിന്നെ അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് അമ്മയെ പോലെ പിണങ്ങിയും ദേഷ്യപ്പെട്ടൊക്കെ വീട് വിട്ട് ഇറങ്ങിപ്പോയി, അങ്ങനെ പോയി. അപ്പം അവരെ കുറെ വിളിച്ചു, പക്ഷേ ആന്റി വീട്ടിലേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു, ആ വൈഫിനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ ഒരു ആന്റീനെ വിവാഹം കഴിച്ചു. അവരിപ്പോ സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു. ഇത് കേട്ടപ്പോ നമ്മുടെ രേവതിക്ക് വീണ്ടും ചിരി വരികയാണ് കേട്ടോ. ആനമൊട്ട നുണയല്ലേ പറയുന്നത്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഡിവോഴ്സോ, അയ്യോ എന്ന് ഓർത്തിരിക്കുവാണ്, ഇങ്ങനെ പേടിച്ചു പോയി. അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞ്, ആന്റി അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു പേടി എനിക്ക് ഉണ്ട് കേട്ടോ, മിക്കവാറും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ചാൻസ് ഉണ്ട്. അച്ഛൻ കഴിഞ്ഞ ദിവസം ഈ കഥ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, അപ്പൊ ചിലപ്പോ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പൊ ഭാമ ഈ പ്രായത്തിലോ? ഈ പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു ഡിവോഴ്സ് ചെയ്തിട്ടില്ലേ? ഇങ്ങനെ പോയാൽ അച്ഛനമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ രേവതി പറഞ്ഞു, അമ്മേ എന്റെ അനിയൻ ചെയ്ത തെറ്റിന് അച്ഛനെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ, ഒന്ന് വീട്ടിലേക്ക് വാ അമ്മേ, പ്ലീസ് അമ്മേ. അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു, രേവതി നീ മിണ്ടാതിരിക്കുക, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, നീ എന്തിനാ നിർബന്ധിക്കുന്നത്, നിർബന്ധിക്കാനൊന്നും പോകണ്ട. അച്ഛൻ ഇന്ന് അച്ഛമ്മേന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും ബസ് കയറി പോകേണ്ടി വരും, എനിക്കാണെങ്കിൽ നാളെ ഓട്ടോ ഉണ്ടേ, ബസ് കയറ്റി വിടാം, വാ രേവതി നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതി അങ്ങ് പോയിട്ടോ. ചന്ദ്രയാണെങ്കിൽ ഇത് കേട്ട് പേടിച്ചു വിറച്ചിരിക്കുകയല്ലേ, എന്റെ ദൈവമേ, രവിയേട്ടൻ ഇനി വിവാഹം എല്ലാം കഴിച്ചാൽ തീർന്നില്ലേ, എന്തൊക്കെ പറഞ്ഞാലും രവി എന്ന് വെച്ചാൽ ജീവനാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ഈ സമയത്ത് നമ്മുടെ സച്ചിനെ രേവതിയും കാണിക്കും. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് സച്ചേട്ടാ, ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, ഡിവോഴ്സും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുന്നുണ്ടായിരുന്നല്ലോ, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? രേവതി, ചിലരോടൊക്കെ പറയേണ്ട രീതിയിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അമ്മ അച്ഛനോട് വഴക്കൂടും പിണങ്ങും, പക്ഷെ അച്ഛനില്ലാതെ അമ്മയ്ക്ക് കഴിയാൻ പറ്റത്തില്ല, അത് നന്നായിട്ട് എനിക്കറിയാം. നീ കണ്ടോ, ബാഗ് എടുത്ത് ഇപ്പൊ അമ്മ വീട്ടിലെത്തും, നീ ഇങ്ങോട്ട് ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രേവതിനെയും കൂട്ടി സച്ചി അങ്ങ് പോയിട്ടോ. അതിൽ സച്ചി കയറി പിടിച്ചിരിക്കുന്നത് ഒരു വിടുത്തം തന്നെയാണ്. നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരിക്കലും ഇനി സമാധാനം കിട്ടത്തില്ല ഭാമയുടെ അടുത്തിരുന്ന് കഴിഞ്ഞാല്. അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഭാമ ചോദിച്ചു, നീ എന്താ രവിയേട്ടന്റെ കാര്യമാണ് ആലോചിക്കുന്നത്? അത് പിന്നെ ഭാമേ, അവനെന്താ സച്ചി അങ്ങനെ പറഞ്ഞത്, രവിയേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുവോ?
സാധ്യതയുണ്ട്. ഇത്രയും നാളും ക്ഷമിച്ചില്ലേ, ഇനി ഇത്രയും നാളും ക്ഷമിക്കാൻ പറ്റുമോ? നീ ഇവിടെ തന്നെ നിന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്ത് ചെയ്യും? അയ്യോ, അങ്ങനെ ഒരു തീരുമാനം രവിയേട്ടന് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. നമുക്ക് ചുറ്റും ഇത് എത്രയോ കാണുന്നതാ. ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം വെറും സിമ്പിളാ. അയ്യോ, ഞാൻ പരാതി പിൻവലിച്ച് ഉടനെ പോകാന്നിരിക്കുവായിരുന്നു ഭാമേ. അപ്പോഴവര് കയറി വന്നതും വാശിക്ക് പറയുകയും ചെയ്തു. അല്ലെങ്കിൽ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അയ്യേ, എനിക്ക് എന്റെ വീടില്ലേ, ഞാൻ പോവാ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരട്ടെ. അയ്യേ, ഇവിടെ ഒത്തിരി ദിവസം എന്നെ കൊണ്ട് പറ്റത്തില്ല നിൽക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രബാഗൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഭാമ ചിരിയോട് ചിരി. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയത്തിൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സച്ച് വെളിയിൽ വന്ന് നിൽക്കുകയാണ് ഓട്ടോ വന്നപ്പോഴത്തേക്കും. നമ്മുടെ ചന്ദ്ര ഇറങ്ങി വരികയാണ്, ബാഗൊക്കെ തൂക്കി പിടിച്ച്. സച്ചി കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ. ആരപ്പാ ഈ വരുന്നത്? ഏതായാലും ഏറ്റു പറഞ്ഞതെല്ലാം ഏറ്റു. അങ്ങനെ പെട്ടിയും ബാഗും സൂക്കേഴ്സും ഒക്കെ ആയിട്ട് നമ്മുടെ ചന്ദ്ര വീട്ടിലേക്ക് കടന്നു വരിക. ഈ സമയത്ത് അച്ചാന്ന് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും രവി വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് നീ ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നത്? നോക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ബാഗൊക്കെ തൂക്കി പിടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന്റെ ഒരു ചിരിയൊക്കെ വന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞായിരുന്നു, കേറല അകത്ത് കയറല, അവിടെ നിൽക്കാം. അപ്പൊ ചന്ദ്രൻ ചോദിച്ചു, എന്താ ഞാൻ അകത്തേക്ക് കയറിയാല്? കേറണ്ട, അവിടെ നിന്നാ മതി. അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്തും വന്നു, ശ്രുതിയും വന്നു. ശ്രുതിയാണെങ്കിൽ നമ്മുടെ ചന്ദ്രനെ കണ്ടത് അമ്മ വന്നേ എന്ന് പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ശ്രുതി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അയ്യോ, അമ്മ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ 2 ദിവസം കൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അകത്ത് കയറി പോവല്ലേ, അവിടെ നിന്നാണെന്ന്. അപ്പോഴത്തേക്ക് വീണ്ടും ചന്ദ്ര ചോദിച്ചു, അതെന്താ ഞാൻ അകത്ത് കയറിയാലോ? ഇവിടെ കയറരുതെന്ന് പറയാം, നീ ആരാ? ഇത് എന്റെ കൂടെ വീടാ, അപ്പൊ ഞാൻ ഇവിടെ കയറും. ഇവിടെ നിന്ന് പോണെന്ന് പറയാനും ഇവിടെ കയറില്ലെന്ന് പറയാനും ആർക്കും അധികാരമൊന്നുമില്ല. മര്യാദയ്ക്ക് നിന്നോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇതെന്റെ അമ്മയുടെ വീടാ, എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോ പോകും വരും. ബാ അമ്മേ, കേറമ്മേ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അമ്മയുടെ വീടൊക്കെ തന്നെയായിരിക്കും, പക്ഷെ ഇപ്പൊ കേറണ്ട, അവിടെ നിന്നാ മതിയെന്ന്. ഇത് കേട്ടത് വീണ്ടും നമ്മുടെ ചന്ദ്രൻ ഞെട്ടുന്നു. അതുപോലെ ശ്രീകാന്ത് ചോദിച്ചു, സച്ചേട്ട എന്താ ഇത്, എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും മിണ്ടാതിരിക്കെ. രേവതി, നീ പോയി ആരതി തട്ടെടുത്തിട്ട് വാ, നമുക്ക് ആരതി ഒഴിഞ്ഞകത്തേക്ക് കയറ്റാം. ഇത് കേട്ടതും ആരതി ഒഴിയാനോ? അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് ചിരി വന്നു കേട്ടോ. വർഷ പറയാ, ബെസ്റ്റ്, ഇതിനായിരുന്നു ഇത്ര വെള്ളപ്പ് കൊടുത്തത്. അയ്യോ, അംഗത്തിന് പോയ യോദ്ധാക്കളെ ആരതി ഒഴിഞ്ഞില്ല അകത്തേക്ക് കയറ്റുന്നത്. അമ്മ ഒരു അംഗമൊക്കെ കഴിഞ്ഞ് വരുമല്ലേ, അപ്പൊ ആരതിയൊക്കെ ഒഴിയണ്ടേ? രേവതിയെ ആ തട്ട് കെടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞു. രേവതി തട്ടെടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നീക്കെവിടെ, ആരതി ഒഴിയൊന്നും വേണ്ട. നീ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ അമ്മയ്ക്ക് പിടി കിട്ടിയല്ലേ? ആരതി വേണ്ടെങ്കിൽ വേണ്ട രേവതി, വലത് കാല് വെച്ച് ഇങ്ങകത്തേക്ക് കയറിയാലും. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി പറഞ്ഞു, അമ്മ ഇവൻ പറഞ്ഞൊന്നും കേൾക്കണ്ട, അമ്മയ്ക്ക് 2 കാലല്ലേ ഉള്ളൂ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാല് വെച്ച് കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്യുന്നു, നേരെ വലത് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞതല്ലേ വലത് കാലെടുത്ത് വെച്ച് കയറാന്. അപ്പൊ അത് മോശമല്ലേ? എന്നാ പിന്നെ ഈ ഇടത് കാലെടുത്ത് വെച്ച് കയറിയേക്കാൻ ഓർത്തുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇടത് കാലെടുത്ത് അകത്തേക്ക് വെച്ചൊരു കയറ്റം കയറുന്നുണ്ട്. ഏതായാലും അടുത്ത ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. കിടിലൻ വിശേഷങ്ങളായിട്ട് വരാൻ പോകുന്ന മിസ് ചെയ്ത് കളയരുത്. ലൈക്ക് അടിക്കാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.